ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളെ ലിസ്റ്റിലുള്ളൊരു സ്ഥലം കൂടി കാണാൻ പോവുകയാണെന്ന്. വേറൊന്നുമല്ല, ദുബായ് ഫ്രെയിം. പിന്നെ ചേട്ടൻ ഇങ്ങനെ ഇരിക്കും, വേറൊന്നുമല്ല, ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിയിട്ട് 4 മണിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മേക്കപ്പ് കാരണം 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഷാർജാന്ന് ദുബായ് വരെ ട്രാഫിക്കും ഒക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറേ നേരം വിപിൻ ഫ്രണ്ടിൽ നിന്ന്, പിന്നെ നൈസായിട്ട് വിപിനെ പറഞ്ഞ് ബാക്കിലിട്ടിട്ട് ഞാൻ രാജാവിനെ പോലെ കയറി ഫ്രണ്ടിലിരുന്നു. ഇങ്ങനെ നല്ല കുട്ടികളായിട്ട് രണ്ടുപേരും കൈയും പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരാനൊരു കാരണമുണ്ട്. വേറൊന്നുമല്ല, എസ്കലേറ്ററിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ തീരുമാനിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. വേറൊന്നുമല്ല, എസ്കലേറ്ററിൽ കയറുമ്പോൾ വീഴാൻ പോകുന്നത്. പക്ഷേ വീഴാൻ പോകുന്നത് അഭിനയിക്കാൻ പോയാൽ ഞങ്ങൾ റിയലായിട്ട് വീഴാൻ പോയി. അതിനുശേഷം കയറുമ്പോൾ അത്രയും പേടിയാവുക. പിന്നെ നല്ല കുട്ടികളായിട്ട് അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വായും പൊടിച്ച് നടന്നു. സത്യമായിട്ടും വായി നോക്കി നടന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഫ്രെയിം എത്തുന്നുണ്ടോ എന്ന് നോക്കി ആകാംക്ഷ കൊണ്ട് നടന്ന അവസാനം ഫ്രെയിം എത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു, എൻട്രൻസ് വഴി അകത്തേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് താപ്പത്തിലോട്ട് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ക്യാമറയും ഓണാക്കി സൈഡിലേക്ക് ഞാനങ്ങ് നിന്നു. നല്ല രസമാണ് അതിനകത്ത്. അറബിക് സോങ് ഒക്കെ ഇട്ട് ഗ്ലാസ് ഡോറൊക്കെയാണ്, നമുക്കെല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ നിലകൾ മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ എന്തൊക്കെയോ കീഴടക്കിയൊരു സന്തോഷമായിരുന്നു. എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്കെത്തി. ഇങ്ങനെ ഉയരം കൂടുന്തോറും സമാധാനമായി പാട്ടും പാടിയിരുന്ന എൻ്റെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. ഉയരം കൂടുന്തോറും ഹാർട്ട് ബീറ്റ് കൂടുമെന്ന് ഞാൻ ഇന്നാ അറിയുന്നത്. അങ്ങനെ മുകളിലേക്കെത്തി. ഇതെന്ന് വെച്ചാൽ ഒരു ഫ്രെയിമാണ്, അതായത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം പോലെ. ഒരു സൈഡിലേക്ക് നമുക്ക് ഓൾഡ് ദുബായ് എന്നും ഒരു സൈഡിലേക്ക് നമുക്ക് ന്യൂ ദുബായ് എന്നും കാണാൻ പറ്റും. അതായത് ഓൾഡ് ദുബായ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, വലിയ ഹൈറ്റൊന്നുമില്ല, എന്നാലും ഇപ്പോൾ അവിടെയും ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ദുബായ് എന്ന് വെച്ചാൽ നമ്മളെ കണ്ണിനെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ്. ഇങ്ങനെയും കെട്ടിടങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ച് പോകും, അത്രയ്ക്ക്. ഈ ഫ്രെയിമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് മിഡിൽ ഭാഗത്തായിട്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. ആ ഒരു ഗ്ലാസ്സിൽ കൂടെ നമുക്ക് താഴെ ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഒന്ന് പേടിച്ചു പോവും, കാരണം ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ ലൈറ്റ് വന്ന് പോയി നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടു. ഞാൻ കുഞ്ഞു പുഴുവിനത്ത് പോലെ തുള്ളി നടന്ന് കുറേ നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് നടന്നു. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് എന്ന് പറഞ്ഞ് ചിരിച്ച് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. പിന്നെ പണ്ടേ എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റാത്തത് ഞാൻ ഇതിലങ്ങ് തീർത്തു. ഒന്നുമല്ല, ഇതിനകത്ത് നമ്മൾ കോയിൻ ഇടുക, അതിൽ കാണിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ കിട്ടും. പിന്നെ ഞാൻ അതിനൊന്നും മെനക്കെടാൻ നിന്നില്ല. എൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്രെയിമിൻ്റെ പ്രത്യേകത മാത്രമല്ല, UAE കൾച്ചറിനെ കുറിച്ചും ഹെറിറ്റേജിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന കുറേയേറെ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സയൻസുമായി റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ. കൂടാതെ തന്നെ നമുക്ക് അവിടെയുള്ള സാധനങ്ങൾ ഇറങ്ങുന്ന വഴി വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആ ഭാഗത്ത് നിൽക്കാനേ നിന്നില്ല, കാരണം നമുക്കതൊന്നും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നുമല്ല, കുറച്ചധികം എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫ്രെയിമിനുള്ളിലെ വിശേഷങ്ങൾ. നിങ്ങളും പറ്റുന്നത് പോലെ യാത്ര ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളും നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുക. ബൈ, ഹാവ് എ നൈസ് ഡേ.